നമുക്കുള്ള ഒരു കാര്യത്തിന് തന്നെ രണ്ട് രീതിയിൽ ചിന്തിക്കാം, രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം ബേസ്ഡ് ഓൺ അവർ മൈൻഡ് സെറ്റ്. നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാം അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാം. ഇത് രണ്ടും നിങ്ങളുടെ ഫ്രീ വില്ലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾക്കൊരു ക്ലാരിറ്റിയും കിട്ടുന്നില്ല, എപ്പോൾ നോക്കിയാലും കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായിട്ട് അയ്യോ എനിക്ക് കിട്ടുന്നില്ലല്ലോ, എനിക്കൊരു ഉപായം കിട്ടുന്നില്ലല്ലോ എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. ഇനി ഇതിനെ വേറെ രീതിയിൽ നമുക്ക് തിങ്ക് ചെയ്യാം. ഇത് ഡിവൈനെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ ആണ്. പക്ഷേ ഇങ്ങനെ തിങ്ക് ചെയ്യാൻ വന്നിട്ട് അവയർനെസ്സുള്ള ഒരു വ്യക്തിനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. കാരണം ഒരു പ്രശ്നം വരുമ്പോൾ അത് പെട്ടെന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഒരു പോസിറ്റീവ് മോഡിൽ തിങ്ക് ചെയ്യണമെങ്കിൽ അയാൾക്ക് അവിടെ അവയർനെസ് വേണം. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിൽ പലരും തിങ്ക് ചെയ്യാറുണ്ട് ഈ ഒരു മൊമെൻറ്റ് പെർഫെക്റ്റ് അല്ല, ഞാൻ ഇവിടെ ഇരിക്കേണ്ട വ്യക്തിയേ അല്ല, ഞാൻ വേറെ എവിടെയോ ഇരിക്കേണ്ട വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ, ഞാൻ അവിടെ എത്തണം, ഇവിടെ എത്തണം, അത് വെട്ടിപ്പിടിക്കണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. പലപ്പോഴും ഈ ഒരു ആഗ്രഹങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് അവസാനം നമ്മൾ എത്തിപ്പെടുന്നത് ഞാൻ എവിടെ എത്തിയിട്ടില്ലല്ലോ, എന്നെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ലല്ലോ, ഞാൻ ആരുമല്ലല്ലോ എന്നൊക്കെയുള്ള നെഗറ്റീവ് തോട്ട്സിലേക്കാണ്. അപ്പോൾ ഇതിനെ വന്നിട്ട് ഇങ്ങനെ തന്നെ തിങ്ക് ചെയ്ത് നമുക്കതിൽ മുങ്ങിപ്പോവാം. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്കിതിനെ തിങ്ക് ചെയ്യാം, ഐ എം എക്സാക്ട്ലി വേർ ഐ എം മെന്റ് ടു ബി. അങ്ങനെ നമുക്ക് ആലോചിക്കാം, നമ്മൾ എവിടെയാണോ ഇരിക്കേണ്ടത്, ഈ ഒരു മൊമെൻറ്റ് പെർഫെക്റ്റ് ആണ്, നമുക്കിതിലൊന്നും എഡിറ്റ് ചെയ്യാനോ ഒന്നും ഫിൽറ്റർ ചെയ്യാനോ ഒന്നുമില്ല, നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു സ്പേസിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ സേഫ്നെസ് കണ്ടുപിടിക്കാം. അതേപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ അതേ ഞാൻ ബ്രേക്ക് ഡൗൺ ആയി എന്നല്ല ആലോചിക്കേണ്ടത്, ഐ എം ബ്രേക്കിംഗ് ഓപ്പൺ എന്നാണ് ആലോചിക്കേണ്ടത്. അതായത് ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരും. എപ്പോഴും ഡാർക്ക്നെസ് വന്നിട്ട് എക്സിസ്റ്റ് ചെയ്യില്ലല്ലോ, എന്തായാലും ലൈറ്റും വരണമല്ലോ. പിന്നെ കുറേ പേർക്കൊക്കെ വന്നിട്ട് അവരുടെ ജീവിതത്തിൽ ബ്രേക്കപ്പ് ഒക്കെ നടക്കുമ്പോൾ അവരെന്താണ് ആലോചിക്കുക പറഞ്ഞാൽ, ഞാൻ ഒരുപാട് കൊടുത്ത് ഡ്രെയിനായി, എനിക്കൊന്നും തിരിച്ച് കിട്ടിയില്ല. ഇവിടെ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഭയങ്കര ഡീപ്പായിട്ട് ലവ് ചെയ്യുന്നവരാണ്. അപ്പോൾ അത് നിങ്ങളുടെ ബ്യൂട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. അതിലൊരു തെറ്റുമില്ല. നിങ്ങളുടെ സ്നേഹം ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു വ്യക്തിക്ക് ആവശ്യമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അത് ഒരു ഡിവൈൻ പർപ്പസ് ആയിട്ട് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ തോട്ട്സിൻ്റെ മുകളിൽ പോലും നിങ്ങൾക്ക് ഫ്രീ വിൽ ഉണ്ട്. അത് നിങ്ങളുടെ ലൈഫിന് എത്രത്തോളം ബെനിഫിറ്റ് ആവുന്നു അതിനനുസരിച്ചിട്ടുള്ള തോട്ട്സ് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൻ്റെ മുകളിൽ എപ്പോഴും നിങ്ങൾ അവെയർ ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഈ മൊത്ത ലോകവും എനിക്ക് എഗെയിൻസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ആണ്. കാരണം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുള്ളൂ. അതേപോലെ തന്നെ ഈ മൊത്ത ലോകവും യൂണിവേഴ്സും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നീട് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കും. കാരണം നമ്മുടെ തോട്ട്സ് തന്നെ അത് അട്രാക്ട് ചെയ്യും. എഗെയിൻ നമ്മുടെ തോട്ട്സിൻ്റെ മുകളിലും നമുക്ക് ഫ്രീ വിൽ ഉണ്ട്. ഇത് മനസ്സിലാക്കുക. താങ്ക് യു സോ മച്ച്.